ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു മീൻ ഐറ്റമാണ് കേട്ടോ. അത് ആവിയിൽ പുഴുങ്ങിയ മീനാണ്. നമ്മൾ പെട്ടെന്ന് മലയാളികൾ ഓർക്കും, ആവിയിൽ പുഴുങ്ങിയ മീനോ അത് കൊള്ളുമോ എന്നൊക്കെ. ആ മീൻ ഉണ്ടാക്കുന്ന വിധമൊക്കെ നിങ്ങൾ ഫുള്ളായിട്ട് കാണണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതേ രീതിയിൽ ചെയ്ത് അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ. വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഞാനിവിടെ ഈ പാംഫ്ലെറ്റ് മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് മാർക്കറ്റിൽ നിന്ന് തന്നെ മേടിച്ചപ്പോൾ തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് കൂടെ കൊടുക്കുകയാണ്. കാരണം നമ്മളത് വീട്ടിൽ നിന്ന് സ്കിന്നൊക്കെ കളഞ്ഞെടുക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. സ്കിന്നൊക്കെ കളഞ്ഞ് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് മേടിച്ചുകൊണ്ട് പോരാം. അപ്പോൾ ഇതാ ഫിഷ് മാർക്കറ്റിൽ നിന്ന് മീനൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു കഴുകി ഒന്നുകൂടിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി ഈ മീൻ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു മീൻ തന്നെ ചെയ്യണമെന്നില്ല. ഏത് മീനാണെങ്കിലും നമുക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് മീൻ വേണേലും ഈ ഒരു രീതിയിൽ ആവിയിൽ പുഴുങ്ങി ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ഇതുപോലെ വരഞ്ഞെടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പച്ചമാങ്ങ കൂടിയുണ്ട്. ബാക്കിയുള്ള മസാലകളൊക്കെ ഞാൻ പുറകെ പറയാം. പക്ഷേ കൂടുതലായിട്ട് ടേസ്റ്റ് തരുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് മാങ്ങയാണ്. അപ്പം നല്ലൊരു ഇച്ചിരി പുളി തന്നെയുള്ള മാങ്ങയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഈ ഒരു മാങ്ങ കൂടി എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തുകൊണ്ട് വരാം. മാംഗോ കട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ വളരെ കനം കുറച്ച് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു മീനിലേക്ക് ഈ ഒരു മാങ്ങ ഫുള്ളായിട്ടും വേണം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് വേണ്ടത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഞാനത് കറക്റ്റായിട്ട് അളവ് പറയുന്നില്ല. കാരണം നമ്മൾ ഏത് ടൈപ്പിലുള്ള മീനാണോ യൂസ് ചെയ്യുന്നത്, എന്ത് വലിപ്പമുള്ള മീനാണോ അതിനനുസരിച്ച് മസാലകളിലൊക്കെ മാറ്റം വരും. അപ്പോൾ ഈ ഒരു മീൻ കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഒരു അത്യാവശ്യം ഒരു വെയിറ്റുള്ള മീനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മസാലപ്പൊടി എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വരഞ്ഞെടുത്ത ആ ഓരോ ഹോളിലേക്കും ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് നമ്മൾ മാംഗോ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അത് വളരെ കനം കുറച്ച് തന്നെ കട്ട് ചെയ്തെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പീസായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തില്ല. എല്ലാ ഹോളും കംപ്ലീറ്റ് ചെയ്ത് വേണം ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമുക്ക് ആ മീൻ നല്ലൊരു ടേസ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ മീനിൻ്റെ രണ്ട് സൈഡിലും ഫുള്ളായിട്ട് ഫില്ലിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ വയറിൻ്റെ ഭാഗത്തേക്ക് ഒരു പിടി മിൻറ്റും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിൻറ്റ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം അങ്ങനെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് നമ്മൾ അരച്ച് ചേർക്കും അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ ഫിഷിലേക്കുള്ള മസാലയൊക്കെ ഇവിടെ നമ്മൾ പുരട്ടി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒരു 5 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കണം. ആ 5 മണിക്കൂർ കൊണ്ട് തന്നെ ഇങ്ങനെ 5 മണിക്കൂർ വെച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റോട് കൂടി അത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി 5 മണിക്കൂർ കഴിയുമ്പോൾ കാണാം. ഇത് ഇപ്പോൾ 5 മണിക്കൂർ ആവാറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ മീനൊക്കെ പുരട്ടിയെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി മസാലകളൊക്കെ തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് വേറൊരു ചെറിയ പാനോട് ഞാൻ അടുപ്പിലേക്ക് വെച്ച് വെക്കുവാണ്. അപ്പോൾ ആ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിലുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇന്ന വെളിച്ചെണ്ണ അല്ലെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിലോ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് തന്നെ ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഒരു വലിയ പീസ് ഇഞ്ചി അരിഞ്ഞതാണ്. ഇതും വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു 6 അല്ലിയോളം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി അരിഞ്ഞ് അതേ കനത്തിൽ തന്നെയാണ് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. മീനിലേക്ക് ഉപ്പ് പുരട്ടിയാണ് വെച്ചിരിക്കുന്നത് എങ്കിൽ പോലും ഈ ഒരു മസാലക്കൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊക്കെ കൂടി ഇനി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ തക്കാളിയും കൂടി ഒന്ന് വെന്ത് വരണം. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ തക്കാളിക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങാ നീരൂടി ചേർത്ത് കൊടുക്കുകയാണ്. നാരങ്ങാ നീരൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ തക്കാളിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇപ്പം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഈ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചൊരു ഗ്രേവി പരുവമായിട്ടാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 2-3 മിനിറ്റ് നേരവും കൂടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞ് ഇതൊന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ആദ്യത്തെ ഉപ്പ് എന്ന് പറയുന്നത് കുറവായിരുന്നു. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട്. അപ്പോൾ മസാലയൊക്കെ ഇവിടെ റെഡിയാണ്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചേക്കാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ആവിയിൽ വേവിച്ചെടുക്കാനുള്ള നല്ലൊരു പാത്രമാണ്. അതിൻ്റെ ആവി പുറത്തേക്ക് പോകാത്ത രീതിയിലുള്ള പാത്രം വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ചെരുവാണ് അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചിക്കൻ സ്റ്റോക്ക് കൂടി ഇട്ട് കൊടുക്കാം. ശേഷം ഇതുപോലെ ഒരു ഗ്രില്ലിൻ്റെ ഒരു സ്റ്റാൻഡാണ് ഞാൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. കാരണം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആവിയിൽ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം ഇത് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട്. അപ്പം അതിന് പറ്റിയൊരു പാത്രം വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. എല്ലാവരുടെയും കയ്യിൽ ഇതുപോലത്തെ സ്റ്റാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ പകരം ഇതുപോലെ വെള്ളത്തിൽ ഇറക്കി വെക്കാൻ പറ്റുന്നതായ എന്തെങ്കിലും ഒരു പാത്രം വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ഈ ഒരു സ്റ്റാൻഡിലേക്ക് ഈ ഫിഷ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടാണ് ആവി കയറ്റി എടുക്കുന്നത്. പിന്നെ തീ കത്തിച്ച് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് കവർ ചെയ്ത് കൊടുക്കാം. നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ അടപ്പ് നല്ല ടൈറ്റ് ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ആവി പുറത്തോട്ട് പോകുമ്പോൾ ആ മീൻ നമ്മൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടത്തില്ല. മസാലയൊക്കെ ആണെങ്കിലും അകത്തേക്ക് പിടിച്ച് നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫിഷൊക്കെ ഇവിടെ റെഡി ആയിരുന്നു. ഞാനത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ മസാലക്കൂട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ മസാലക്കൂട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ മൊത്തത്തിലൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആ ഫിഷിൻ്റെ മുകളിലായി മൊത്തമായിട്ടും. ഇതുപോലെ മസാല ചേർത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. നമുക്കിത് കാണുമ്പോഴേ കഴിക്കാൻ തോന്നും കേട്ടോ, അത്രയ്ക്ക് നല്ല മണവും നല്ല രുചിയുമാണ് ഇതിന്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുത്തേക്കാം. കാരണം അപ്പോഴത്തേക്ക് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ആ മീനിലേക്ക് പിടിച്ച് വരണം, നമ്മൾ തക്കാളിയൊക്കെ ചേർന്നുള്ള ഈ ഒരു മസാല കൂടി. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് കഴിയുമ്പോഴാണ് ഞങ്ങളിത് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഈ വെറൈറ്റി ആയിട്ടുള്ള ഫിഷിൻ്റെ ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് കഴിക്കുമ്പോഴും നമ്മൾ മീൻ അല്ലെങ്കിൽ മസാല തന്നെയായിട്ട് എടുത്ത് കഴിക്കരുത്. ആ മസാലയും മീനോട് ഒന്നിച്ച് വേണം എടുത്ത് കഴിക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ, ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ കിട്ടുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.